ലെവലിൽ ഏകദേശം 4612 അടി ഉയരത്തിലാണ് ഇലാ ബ്ലൂംസ് എന്ന് പറയുന്ന ഈ ഒരു റിസോർട്ട് വരുന്നത്. ഹായ് ഹലോ, ഇറ്റ്സ് മീ മേഘ. ഇത്തവണത്തെ വെക്കേഷൻ ഒന്ന് അടിച്ചു പൊളിക്കാൻ കുറച്ച് അഡ്വഞ്ചർ ആയിട്ടുള്ളൊരു സ്പോട്ടിലേക്ക് ആയാലോ നമ്മുടെ യാത്ര. അങ്ങനെയാണ് ഞങ്ങൾ നമ്മുടെ സ്വന്തം വയനാട്ടിലുള്ള ഇലാ ബ്ലൂംസിലെത്തുന്നത്. വയനാട് 900 കണ്ടിയിൽ ഗ്ലാസ് ബ്രിഡ്ജ് കഴിഞ്ഞ് ഏറ്റവും ടോപ്പിലാണ് കേട്ടോ ഈ ഒരു റിസോർട്ട് വരുന്നത്. നമ്മുടെ പ്രൈവറ്റ് വണ്ടികളിലൊന്നും നമുക്ക് ഈ ഒരു റിസോർട്ടിലേക്കോ അല്ലെങ്കിൽ ഗ്ലാസ് ബ്രിഡ്ജ് കാണാനോ ഒന്നും വരാൻ പറ്റില്ല. അവിടെ ഇതുപോലുള്ള ജീപ്പ് സർവീസസ് ആണുള്ളത്. അപ്പോൾ അതിലാണ് കേട്ടോ ഞങ്ങളിവിടെ റിസോർട്ടിലെത്തിയത്. ഇതാണ് റിസോർട്ടിൻ്റെ എൻട്രൻസ് വരുന്നത്. ഒരു പ്രീമിയം ലെവൽ സെറ്റപ്പ് ഒന്നും പ്രതീക്ഷിച്ച് ആരും വരണ്ട കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ടെൻറ്റ് സ്റ്റേയും അതുപോലെ തന്നെ കോട്ടേജ് സ്റ്റേയും മാത്രമാണ് ഉള്ളത്. കാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച അതിൻ്റെ ശബ്ദമൊക്കെ ആയിട്ട് നമുക്കിവിടെ ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവരുടെ പാക്കേജിൽ വാട്ടർഫോൾ ട്രക്കിങ്ങും മൗണ്ടെയിൻ ട്രക്കിങ്ങും വരുന്നുണ്ട്. പിന്നെ ഗ്ലാസ് ബ്രിഡ്ജും ഉണ്ട്. കൂടാതെ ഫുഡും ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. ഞങ്ങൾ 2 ഫാമിലി ആയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ട്രക്കിംഗ് ഒക്കെ ഞങ്ങൾ കുറച്ച് പേടിച്ചിട്ടാണ് ചെയ്തത്. നിങ്ങൾ ഫ്രണ്ട്സായിട്ട് കപ്പിൾസൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സീ ലെവലിൽ നിന്ന് 4612 അടി ഹൈറ്റിലാണ് ഈ ഒരു റിസോർട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടേക്ക് എത്തുന്നതിന് മുന്നേ ആയിട്ട് അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും കയ്യിൽ കരുതണം. പ്രത്യേകിച്ച് നമ്മൾ കുട്ടികളൊക്കെ ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും നമ്മുടെ കയ്യിൽ വെക്കുക. ബ്ലാങ്കറ്റ്, മെഡിസിൻസ്, അത്യാവശ്യം കഴിക്കാനുള്ള ഫുഡ് ഐറ്റംസ്, വെള്ളം, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ കയ്യിൽ കരുതുക കേട്ടോ. കാരണം നമ്മളിവിടെ ചെക്ക് ഇൻ ചെയ്ത് ചെക്കൗട്ട് ചെയ്യുന്നത് വരെ നമുക്ക് പിന്നീട് പുറത്തേക്ക് ഇറങ്ങാനോ പോകാനോ ഒന്നും പറ്റില്ല. കാരണം ഈ ഒരു ജീപ്പിൽ മാത്രമാണ് ഇവിടേക്ക് സർവീസ് ഉള്ളത്. നമുക്ക് നമ്മുടെ വണ്ടി കാര്യങ്ങളൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ ഇവിടുത്തെ മെയിൻ വില്ലെന്ന് പറയുന്ന അട്ടയാണ്. അപ്പോൾ അട്ടേനെ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഡെറ്റോളും സാനിറ്റൈസറും ഇതൊക്കെ കയ്യിൽ കരുതുക. എന്തായാലും വയനാട്ടിലേക്ക് നമ്മൾ പോയാൽ വെച്ചിട്ട് ഏറ്റവും നല്ലൊരു അഡ്വഞ്ചർ ആയിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു ഇത്. ഞങ്ങൾ എന്തായാലും ഒരുപാട് എൻജോയ് ചെയ്തു. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുവരെ ബൈ ഫ്രം ബ്ലിസ് വിത്ത് അസ്.